ഹലോ നമസ്കാരം സോദാ ഷമീറാണ് കേട്ടോ കരിമ്പപ്പം മക്കളെ 2 ദിവസത്തെ മദർസ ലീവ് കിട്ടിയിട്ടുണ്ട് അപ്പം അഞ്ചത്തിൻ്റെ അടുക്ക് പോകാനുള്ള തിരക്കില്ല കേട്ടോ അപ്പോൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് ഉഗാണ്ടയിൽ എത്തണം പറഞ്ഞാൽ മാതിരി മലപ്പുറത്തേക്ക് എത്തണ്ടേ അപ്പോൾ പിന്നെ മക്കൾക്ക് ഇന്ന് രാവിലെ പുട്ടാട്ടുണ്ടാക്കിയത് അപ്പോൾ മക്കൾക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് അടുക്കളയൊക്കെ നീറ്റാക്കി ഒക്കെ വൃത്തിയാക്കി കേട്ടോ കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ട് വേണ്ടേ നമ്മൾ പോകാൻ അല്ലെങ്കിൽ നമ്മൾ വന്ന് ആദ്യമൊക്കെ ഒന്ന് കൂടിയിരിക്കണം അപ്പോൾ കംപ്ലീറ്റ് അടിക്കലും തുടക്കലും പാത്രം കഴുകലും ചോറും കൂട്ടാനും കാരണം ഇളാമാൻ്റെ മകൾ ഇവിടെ ട്രെയിനി ആയിട്ട് പോകുന്നുണ്ട് നമ്മൾ പാലക്കാട് രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിൽ കേട്ടോ അപ്പോൾ അവൾ ടെക്നീഷ്യനായിട്ട് പഠിക്കുക ട്രെയിനിങ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾ എൻ്റെ കൂടെ ഇട്ട് നിൽക്കണത് അതായത് ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ അഞ്ചത്തിൻ്റെ മോളാട്ടോ അളാമ വേർതിരിച്ച് പറയല്ല കേട്ടോ പിന്നെ അങ്ങനെ പെണ്ണിന് ചായ വേണമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ചായയൊക്കെ കൊടുത്ത് അപ്പോൾ അങ്ങനെ പഞ്ചസാരയൊക്കെ ഇട്ട് ചായയൊക്കെ കൊടുത്ത് പിന്നെ അങ്ങനെ അവൾക്ക് കൊടുക്കുക കേട്ടോ പിന്നെ കംപ്ലീറ്റ് വൃത്തിയാക്കിയൊക്കെ ലെവൽ ചെയ്ത് പിന്നെ അതിൻ്റെ ഇടയ്ക്കോളം അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് ചെറുത് അപ്പോൾ അതിനുള്ള മറുപടിയൊക്കെ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമുക്ക് ഒരു പറയുന്നതനുസരിച്ച് മറുപടി കൊടുത്തില്ല അടുക്കളയിൽ വന്നിട്ടൊക്കെ വലിച്ചിടും അപ്പോൾ രണ്ടാളിരുന്ന് പുട്ട് കഴിക്കുക കേട്ടോ അപ്പോൾ രണ്ടാളും കഴിക്കണതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുണിയാൾ പാക്കാക്കണം അപ്പോൾ തുണിയാൾ പാക്കാക്കേണ്ട ചെറുത് വലിയ മകൾ പോയിട്ട് താഴ്ന്ന് റെഡി ആവുന്നുണ്ട് എനിക്ക് ഇനി കുളിക്കും ഡ്രസ്സ് മാറൊക്കെ വേണം അപ്പോൾ തുണിയാൾ പാക്കാക്കണം അതേമാതിരി റൂം വൃത്തിയാക്കണം നമ്മൾ പോവാൻ വലിച്ചു വാരിയിട്ടിട്ട് പോകാൻ എളുപ്പമാണ് പിന്നെ പോയ ഉസാറുണ്ടാവില്ല വരുമ്പോൾ അല്ലേ അതെല്ലാവരെയും അവസ്ഥ തന്നെ എൻ്റേതല്ല അപ്പോൾ മോനോട് മാറ്റണ്ട കേട്ടോ മോനോട് മാറ്റാൻ പറഞ്ഞിട്ട് ഞാൻ അടുക്കളയ്ക്ക് വീണ്ടും ഒന്ന് സമാധാനമില്ല സമാധാനത്തോടു കൂടി ഒന്ന് വന്നതാട്ടോ മനസ്സില്ല മനസ്സോടെ എന്നൊക്കെ പറയില്ലേ അതിൽ വന്ന് നോക്കുമ്പോൾ സമാധാനമുണ്ട് കുഴപ്പമൊന്നുമില്ല അൽഹംദുലില്ലാ റായത്താണെന്നൊക്കെ പറഞ്ഞിട്ട് കുത്തിരിക്കട്ടെ അപ്പോൾ ഓളോട് ഞാൻ പറഞ്ഞു എനിക്കൊരു പാട്ട് പാടാൻ അറിയിച്ചപ്പോൾ ചെറുക്കി പറഞ്ഞു കേട്ടോ അപ്പോൾ പാട്ട് പാടാൻ അറിയിച്ചപ്പോൾ ഇല്ല പറ്റില്ല പറഞ്ഞു അപ്പോൾ ചെറുക്കി പറഞ്ഞപ്പോൾ ഒരു ഒന്നൊന്നര ചെറു വെച്ചാൽ കേട്ടോ അങ്ങനെ ഉണ്ട് രസമല്ലേ പിന്നെ അപ്പോൾ തന്നെ നമ്മളെ മച്ചാൻ്റെ നമ്മളെ സ്വന്തം വണ്ടിയായി നമ്മളെ ബെൻസ് വന്നു കേട്ടോ പിന്നെ വാതിലൊക്കെ പൂട്ടി വണ്ടി കയറി അപ്പോൾ ഞങ്ങളിങ്ങനെ പോവാട്ടോ വണ്ടി വാതിൽ പൂട്ടിയപ്പോൾ പിന്നെയും ഒന്ന് തുറന്നു കേട്ടോ തുറന്നു കണ്ട് ലോക്ക് വീണിട്ടുണ്ടായില്ലേ പിന്നെയും ഒന്ന് അടച്ച് പിന്നെയും ഒന്ന് നീക്കി പിന്നെ അങ്ങനെ വണ്ടി കയറി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുണ്ട് അതിപ്പോൾ ഇടക്കുറിശ്ശിയാണ് പിന്നെ അങ്ങനെ പോകുന്നു പെരും മഴ വേണം പിടുത്തം വിട്ട മഴയാണ് ഇപ്പോൾ പിന്നെ ഇക്കുറി പിന്നെ വെള്ളത്തിന് ആർക്കും ക്ഷാമം ഉണ്ടാവില്ല പിന്നെ മണ്ണാർക്കാട് നൊട്ടമലയത്തെ അവസ്ഥയാണ് മറ്റേ നമ്മൾ നൊട്ടമലയിൽ കൂടി പോകുമ്പോൾ നല്ല ഈ ഊട്ടിയിലും മൈസൂരൊക്കെ പോയ ചുരം കയറിയ അവസ്ഥയായിരിക്കും നല്ല വ്യൂ അല്ലേ കാണാൻ ഇക്കുറി കോട കാരണം ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ വളവൊക്കെ ഇങ്ങനെ ഇറങ്ങും പിന്നെ അവിടെ എത്തിയിട്ടോ മേലാറ്റൂർ ഏപ്പക്കാട് എത്തി പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം കേട്ടോ അത് പിറ്റേ ദിവസം കുട്ടികളോടൊക്കെ കാണിക്കാൻ പറയാം അപ്പോൾ അഞ്ചത്തിൻ്റെ മോൻ പറയാം പിന്നെ മൂത്തമ്മ ഇന്നിപ്പോൾ 6 മണിയായിട്ട് 6 മണിയായിട്ടില്ലല്ലോ 5 മണിയായിട്ടുള്ളൂ സുബൈ ബാങ്ക് കൊടുത്തിട്ടില്ല എന്ന് പറയാം കേട്ടോ ഓൻ ഉറക്കത്തിൽ ഓരോന്ന് പറയാം ഓലിക്കപ്പോൾ അതിൽ വണ്ടി ഓട്ടി കളിക്കാൻ പിന്നെ ഞാൻ നേരെ അതൊക്കെ മടക്കി വെച്ച് ഒക്കെ വൃത്തിയാക്കി കൊടുത്തു നമ്മൾ പിന്നെ എവിടെയെങ്കിലും ചെന്ന് ഒരു പണി എടുക്കൊന്നുമില്ല അവനവൻ്റെ വീട്ടിൽ പോയാൽ വെറുതെ തിരിക്കലല്ലേ തൊഴിൽ പിന്നെ ഓൾ അന്ന് ഉണ്ടാക്കിയത് നൂൽപുട്ടും ചിക്കൻ കറി കേട്ടോ അപ്പോൾ ഞാൻ ആ നൂൽപുട്ടിൻ്റെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് കാണിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കാരണം രാവിലെ ഫുള്ള് വൃത്തിയില്ലാണ്ട് കിടക്കുക ഒക്കെ വലിച്ചു വാരിയിട്ടിട്ടൊക്കെ അല്ലേ ഓൾ ഫുള്ള് നല്ല വൃത്തിയുള്ള വിശ്വാസമുള്ള പാത്തുമ്പൊക്കെ തന്നെ കേട്ടോ പക്ഷേ രാവിലെ ഇത്തിരി എന്താ നേരത്തെ അടിച്ചെടുത്തത് കൊണ്ട് ഞാൻ ചെന്നപ്പത്തിനൊക്കെ റെഡിയാക്കിക്കണം ഞാൻ ആ പായ മടക്കി ചെന്നപ്പത്തിനൊക്കെ റെഡിയാക്കണം പിന്നെ ഞാൻ അവളോട് പറഞ്ഞേ ഞാൻ അടിച്ചൊരു തുടക്കട്ടെ കേട്ടോ ഇജ്ജ് കറി ഒക്കെ ചോറൊക്കെ തീമ്പട്ടോ പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ ഒന്ന് ചക്ക കിട്ടും പറയാം അപ്പോൾ ചക്ക കിട്ടിയാൽ നമുക്ക് ഇവിടേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ നമ്മൾ എല്ലും ചക്കയൊക്കെ വെക്കൂലേ അല്ലെങ്കിൽ എല്ലും പൂള അങ്ങനെയൊക്കെ ചെയ്യലുണ്ടല്ലോ കപ്പ ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അതേപോലെ ഞങ്ങൾ ചക്കയും കസറ ഇട്ടിട്ട് കസറ എന്നാട്ടോ പറയാം ഞങ്ങൾ ഏപ്പുകാട്ടേക്ക് കസറ ഇട്ടിട്ട് വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ കസറ ചോറാണെങ്കിലോ തീ കത്തിച്ചിട്ട് കത്തണമില്ല ഈ പുതിൽ എന്നിട്ട് പറയുന്നത് അപ്പോൾ ഞാൻ പറയാം അടുപ്പ് എൻ്റെ മണ്ടക്കണ കിട്ടും പറഞ്ഞിട്ട് അതിനോട് ഇങ്ങനെ ഓരോന്ന് കൂട്ടം കൂടെ കേട്ടോ അപ്പോൾ ഓള് ചെറുക്കിനുണ്ട് പാത്രം കഴുകുന്നുണ്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും അങ്ങനെ ഇപ്പോൾ കടങ്ങാടിക്ക് പോകട്ടോ കസറ മേടിക്കാൻ അപ്പോൾ ഓള് പറയുന്നുണ്ട് നല്ല മഴ ഉണ്ട് മുത്തുമ്മ എങ്ങനെ പോവുക അപ്പോൾ ഞാൻ പറഞ്ഞു ആഞ്ഞ് നടക്കാല്ലേ നമുക്കൊരു ഓട്ടോ വിളിക്കാം ഓട്ടോ ഒന്നും വേണ്ടാറ് പിസ്കത്താത്ത കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല അഞ്ചത്തേക്ക് തന്നെ ഇപ്പോൾ അതൊക്കെ പിസ്കത്തി കേട്ടോ പിസ്കക്കാക്കാൻ്റെ പെണ്ണുങ്ങളാണ് പറഞ്ഞിട്ട് കാര്യമില്ല അതിലങ്ങനെ ഞങ്ങൾ ഏപ്പക്കാട് അങ്ങാടിക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കാനുണ്ട് അലാക്കിൻ്റെ ഒരു കയറ്റുണ്ട് മക്കളെ അത് കയറിക്കൊണ്ടിരിക്കട്ടെ അപ്പോൾ ഞാൻ ഓളോട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മൾ തൊട്ടാൽവാസി കാക്കുവിൻ്റെ ഗുഡ്സ് പോകട്ടെ അപ്പോൾ കാക്കുവിനോടൊന്നും ഇങ്ങനെ ഒന്ന് രണ്ടും പറഞ്ഞു അതൊന്നും ഇതിൽ പിടിച്ചിട്ടില്ല അതിലങ്ങനെ ഞാൻ പഠിച്ച മദർസയാണ് മക്കളെ പറഞ്ഞ് ഞാൻ പഠിച്ചതൊക്കെ ഒരു ഓടിട്ട മദർസ ഇപ്പോഴൊക്കെ മദർസേൻ്റെ സെറ്റപ്പ് കണ്ട നമ്മളൊക്കെ അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് പൂതിയാവും അപ്പുറത്ത് നല്ല മൊഞ്ചുള്ളൊരു പള്ളി നിൽക്കുന്നുട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്തേന്ന് ഞാനൊക്കെ പഠിക്കുമ്പോൾ പള്ളീൻ്റെ അവസ്ഥ ഇപ്പോഴൊക്കെ പള്ളികൾ കണ്ടാൽ എന്താ അല്ലേ എന്തായാലും ഉഷാറാവട്ടെ പിന്നെ അപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ റബ്ബേ ഇറച്ചിക്കടയിൽ ഇറച്ചി പോയിട്ട് ജീവനായ പൊറുക്കല്ല ഇന്ന് അറുത്തിട്ടില്ല പറഞ്ഞിട്ടോ ഇനിയിപ്പോൾ അവിടുന്ന് നേരെ 1 കിലോമീറ്റർ താണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോകാം പിന്നെ ഞങ്ങൾ പോയണ വഴിക്ക് പൊറാട്ട വാങ്ങാൻ കയറിയിട്ടോ പൊറാട്ടയും വാങ്ങിയിട്ട് പോവാം നൂൽപുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പൊറാട്ടയും വേണം താത്തയും കുട്ടികളൊക്കെ വരുന്നതല്ലേ അതിലങ്ങനെ പൊറോട്ടയും വാങ്ങി ഞങ്ങളങ്ങനെ പോകുമ്പോൾ അതാക്കണം കേട്ടോ ഇറച്ചിക്കട കേട്ടോ കാണുന്നത് ഇറച്ചിക്കടയിലാണെങ്കിലോ വല്ല റാലിക്ക് വരി നിൽക്കണ മാതിരി അതാ റാലി പോണ മാതിരി അതാ ആൾക്കാർ നിൽക്കുന്നുണ്ട് എന്തായാലും ഒരു 4-5 ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ
അതിൽ പിന്നെ ഓളോട് ഞാൻ പറഞ്ഞു എവിടെ പോയാലും നിൽക്കണം. പിന്നെ കസറ വാങ്ങണവർക്ക് കുറച്ച് നേരം അവർ വെയിറ്റ് ചെയ്ത് നിർത്തിച്ചു. എന്നിട്ട് പിന്നെ ഞങ്ങൾ പാടത്ത് കൂടി ഇറങ്ങിയിട്ട് ചളക്കവും പുളുക്കവും മഴയും മഴ പിന്നെ ഒരാക്കണ്ടായിരുന്നു. ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അരുവി കണ്ടോ, തോടൊന്നും ചാലുമെന്നും ഒക്കെ പറയും. ഞാൻ അതിൽ കുറേ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് മീനൊക്കെ പിടിച്ചത്. അപ്പോൾ ആ കൂട്ടൊക്കെ കൂടിയിട്ടാട്ടോ ഞങ്ങൾ പോണത്. പിന്നെ പൈച്ചിട്ടാണ് ഈ കണ്ണ് കാണില്ല. പെരുമ്പൈപ്പ് രാവിലെ ഒന്നും കഴിക്കാണ്ട് അങ്ങനെ പോകുന്ന കേട്ടോ. ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതല്ലേ. പണികളൊക്കെ ഒരുക്കിയിട്ട് അങ്ങനെ വേഗം പോകുന്നു. മഴ പെയ്യുമ്പോഴത്തേന് വേഗം പോയിട്ട് വരാറ് കേട്ടോ. 2-2.5-3 കിലോമീറ്ററോളം ഞങ്ങൾക്ക് നടന്ന് പോരാണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും പാടെ. അപ്പോൾ ഞാൻ ഓളോട് പറയുന്നുണ്ട്, എന്തിനാ മുസി എനിക്കൊരു ഓട്ടോ വിളിച്ചുവിടായിരുന്നോ, നീ എന്തിനാ നടക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൾ അറിഞ്ഞ് മുണ്ടാതിരുന്നാ ഇതൊന്ന് ഓഫാക്കിക്ക, ഞാനിതും കൊണ്ടൊന്ന് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു പിസ്കക്കാക്കാൻ്റെ പെണ്ണുങ്ങളെ പറഞ്ഞിട്ട് കളിയാക്കട്ടോ. അപ്പോൾ ഓൾ ചുരുക്കിൻ്റെ കൂടെ വർത്താനം പറയുന്നുണ്ട്. പാവം 2 കവറും പിടിച്ച് പോരുന്നുണ്ട് കേട്ടോ. ഓൾ ഫർദട്ടക്കാരനെ ഓൾക്ക് ഈ പാടത്തു കൂടി പോകുമ്പോൾ ഇടങ്ങാറുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, ചിലവാക്കൂല എന്ന് പറഞ്ഞപ്പോൾ എന്താ കാട്ടുക. പാവാണ് കേട്ടോ, പറയും പോലെ ഒന്നല്ല. എന്തായാലും അവിടെ ഒരു പാലം കണ്ടിട്ടോ. ഓൾക്ക് എന്തായാലും ചാടാൻ കഴിച്ചില്ല. ഞാൻ വേഗം ചാടിക്കടന്നിട്ടോ. ഇതിൻ്റെ അടുത്ത് സ്റ്റിക്കുള്ള കാരണം എനിക്ക് അത് പിടിക്കാനും കഴിയൂല. എല്ലാതും കൂടി എന്നെ കൊണ്ട് കയ്യിൽ പിടിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ചാടിക്കോ പറഞ്ഞിട്ട് ആ പാട്ടൊക്കെ പാടി ഓളകരെ കളിയാക്കുക കേട്ടോ. അതിൽ പിന്നെ ഞാൻ ചോദിച്ചാൽ പഠിച്ച റബ്ബേ ജിന്നെ ഈ പൊന്തക്കാട്ട് കൂടിയ മളയെ കൊണ്ടുപോകണമെന്ന്. പിന്നെ ഞങ്ങൾ ആ പൊന്തക്കാടുന്ന പിന്നെ പുല്ലുകൂടി പോരുമ്പോൾ രസമല്ല. അതിന് കൂടി ആ മഴത്തുള്ളിൻ്റെ ആ പിളിക്കും എന്നുള്ള ആ നമ്മളെ മേത്തേക്ക് തെറിക്കുമ്പോഴുള്ള ആ കുളിരും ആ ചളി നമ്മളെ മേത്താകുമ്പോഴൊക്കെ ഉള്ള ഒരു സുഖമുണ്ടല്ലോ. പണ്ടത്തെ ആ സ്കൂൾ കാലം ഓർമ്മ വന്നിട്ടോ. കാരണം സ്കൂളിലേക്ക് നമ്മൾ പോകുമ്പോൾ പാടത്ത് കൂടി ഇങ്ങനെ പോകണ ആ ഓർമ്മ കേട്ടോ. കുറേ നടന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് നടന്ന് ഞങ്ങൾ അങ്ങനെ കുറച്ച് പോകുന്നപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് എത്താനായിട്ടോ. ചേമ്പിൻ്റെ അള്ളിയിൽ ഈ വെള്ളം ഒഴിച്ചാൽ നല്ല രസമല്ലേ, അതുകൊണ്ട് കളിക്കാൻ നോക്കാണി മക്കളെ. ചേമ്പിൻ്റെ അള്ളിയിലുള്ള വെള്ളം നിൽക്കണ നോക്കാണി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് തന്നെ ചക്കൊക്കെ വീണ് കിടക്കണമൊക്കെ. ചക്കക്കാലം കയ്യോളം നമുക്കാർക്കും ചക്ക വേണ്ടി വരില്ല അല്ലേ. എല്ലാവരും അവസ്ഥ അതിനല്ലേ. ചക്കക്കാലം കഴിഞ്ഞാൽ ഒരു ചക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ അറിയാം. പിന്നെ ഞാൻ ഓളവിടെ ആക്കി കൊടുത്തുകാണ് ഞാൻ നേരെ അളാപ്പാൻ്റെ കൊടുക്കും കേട്ടോ. എൻ്റെ ഇമ്മറളാപ്പാൻ്റെ കൊടുക്ക്. ഇമ്മറളാപ്പാൻ്റെ പോയാൽ അവിടെ അഞ്ചത്തി പ്രസവിച്ചെടുക്കുക കേട്ടോ. അളാപ്പാൻ്റെ മോളാണ്, അഞ്ചത്തി പ്രസവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുട്ടീനെ കളിപ്പിക്കാൻ അവിടെ പോയിട്ട് സൊറ പറഞ്ഞിരിക്കും. അപ്പത്തിന് വലിയതാത്തൊക്കെ വന്ന് അടിക്കലും തുടക്കലും. അപ്പത്തിന് തേങ്ങടൽ കഴിഞ്ഞിക്കണം. ഓരോരുത്തർ തേങ്ങ പെറുക്കാനും കൂട്ടാനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പത്തിന് നമ്മളെ കസറ അടുപ്പത്ത് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കുക, എന്നെ കാത്തുന്നില്ലല്ലേ കുരിപ്പുകളെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓല് പറയുന്നുണ്ട് എന്നെ കാത്തുന്നാൽ രണ്ടും നടക്കൂല, എന്നിപ്പോൾ എല്ല് വേവൂല, നേരം വെളുക്കോളം നിന്നാൽ പോയാൽ പിന്നെ പോയി തന്നെയാണ്, അവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കല്ലേ എന്നൊക്കെ പറയും. എന്തായാലും ചോറും ഇതൊക്കെ ആക്കിക്കണം. ചോറും കറിയൊക്കെ ആയാൽ പോലെ എല്ല് വെക്കട്ടോ. ഇതല്ലേ എന്നാലും മൂത്തിട്ടില്ലേ അല്ലേ. ഇത് മൂത്തിട്ടില്ല. ഇനി ചക്കയല്ലും അല്ലേ, പൂളല്ലേ കുഞ്ഞ് എല്ലാരും വെക്കുക. പൂളിയെല്ലും വെക്കും, ചക്കിയെല്ലും വെക്കും, എല്ലും പിന്നെ എന്താ ചേമ്പും തള്ളിയും വെക്കും. ഏതാ രസം കൂടുതൽ? കാവത്ത് വെക്കും. പൂളിയും ചക്കിയൊക്കെ രസം തന്നെയാണ്. ഇതിന് ചക്കപ്പൊടി ചെറുതാ. അതിൻ്റെ അങ്ങനെ തേങ്ങ കെട്ടൊക്കെ പെറുക്കി കൂട്ടുകട്ടോ ഞാനും താത്താൻ്റെ കുട്ടികളൊക്കെ. പിന്നെ എവിടേക്ക് പോകാൻ ഇറങ്ങിയാലും ഉണ്ട് മാറ്റിക്കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ സെൽഫി എടുക്കല്. ഹൗൻ്റെ പഠിച്ച റബ്ബേ, അതും കൊണ്ടാണ് ഞാൻ തോറ്റത്. നമുക്ക് പിന്നെ അതൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അൽഹംദുലില്ലാ നമ്മൾ കഴിച്ചില്ലായി. പിന്നെ അങ്ങനെ നമ്മളെ ഓട്ടോറിക്ഷ വന്നിട്ടോ. ഇതാണ് നമ്മളെ ഏപ്പിക്കാട്ടത്തെ ബെൻസ്, നമ്മൾ സ്വന്തം ചങ്ങായി കേട്ടോ, റിൻഷാദ്. ഓൻ്റെ വണ്ടിയിലാണ് നമ്മൾ എവിടേക്കും പോകട്ടോ. ഓൻ വിളിച്ചാൽ പിന്നെ വിളിപ്പുറത്തുണ്ട് വേറെ കാര്യം. പിന്നെ അങ്ങനെ പോയി ഞാൻ പഠിച്ച സ്കൂളാട്ടത്, മേലാറ്റൂർ RMHS സ്കൂൾ. ആഹാ എന്തായാലേ സ്കൂളിൻ്റെ ഒക്കെ ഒരു ഇത്. ഇപ്പോൾ അതിലൊക്കെ പഠിക്കാൻ തന്നു. പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ, മേലാറ്റൂർ റെയിൽവേ പാത, അതൊരു ഭംഗിയല്ലേ. പിന്നെ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ഇറക്കിയിട്ട് അതിൽ ഇനി മത്തി അടിക്കാൻ ഓരോന്ന് കണ്ടോ ഇറങ്ങിച്ചാടി പോരുന്നത്. എന്തായാലും മക്കളെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.